Hi friends, new Wayanad kitchen like എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന സോയാബീൻസ് വെച്ച് അടിപൊളി ചില്ലിയാണ്. ചിക്കൻ ഇല്ലാതെ നല്ലൊരു സോയാബീൻ ചില്ലി 65 ഉണ്ടാക്കാം. ടേസ്റ്റ് ചിക്കൻ ചില്ലിയുടേതാണ്. സോയാബീൻ വെച്ച് ചില്ലി ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. വീഡിയോയിലേക്ക് പോകാം. സോയാബീൻ 1 കപ്പ്. സോയാബീൻ ആദ്യം 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. അതിനുശേഷം സോയാബീൻ നല്ലതുപോലെ കഴുകി പിഴിഞ്ഞെടുക്കണം. സോയാബീൻ വെള്ളമില്ലാതെ നല്ലവണ്ണം പിഴിഞ്ഞെടുത്ത് ഒരു ജാറിൽ കുറച്ച് സോയാബീൻസ് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അധികം ഇടരുത്. ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. ഇതുപോലെ എല്ലാ സോയാബീനും ക്രഷ് ചെയ്തെടുത്തു. കോൺഫ്ലവർ 3 സ്പൂണ്, ഒരു മുട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ, 1 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ ചില്ലി ചിക്കൻ മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരു പിടി മല്ലിച്ചപ്പ്, കറിവേപ്പില 1 പിടി, വിനാഗിരി 1 സ്പൂണ്, ക്രഷ് ചെയ്തെടുത്ത സോയാബീൻസിലേക്ക് കോൺഫ്ലവർ, ചില്ലി ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സാൾട്ട്, എഗ്ഗ്, വിനാഗിരി എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സോയാബീൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. സോയാബീൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാലൻസ് ഉള്ള സോയാബീനും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഈ എണ്ണയിൽ തന്നെ ഇനി പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതെല്ലാം ചില്ലിയിലേക്ക് ഇടുക. സോയാബീൻ ചില്ലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ കഴിക്കാത്തവർക്ക് സോയാബീൻ ചില്ലി ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമന്റ്സും ഇടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും